എല്ലാവർക്കും? ആ, അത് മതി. പൊതുവെ അങ്ങനെ ഭയങ്കരമായി സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് ആ സമയത്ത് നമ്മുടെ ഔചിത്യബോധം ഉപയോഗിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച, ആസിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേർ ഭയങ്കരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് തന്നിട്ട് പോയത്. അവരുടെയൊക്കെ പ്രസംഗം ചുരുക്കി ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കൂടുതൽ സമയം തരിക എന്നുള്ളത്. അതോടുകൂടി ഞാൻ ഓർത്തു വെച്ചിരുന്ന ഒരു 3-4 പോയിന്റ്സ് മറന്നുപോയി ടെൻഷൻ അടിച്ചിട്ട്. എന്നാലും ഒരു 3-4 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച ആ 3-4 ഒരു 3 ആസിഫ് പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി കാലിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് 1ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാമേളയുമായിട്ടുള്ള ബന്ധം. എന്നിട്ട് വിധിയുടെ വൈപരീത്യം എന്നൊക്കെ പറയുന്നത് പോലെ ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല കലാരംഗമാണ്. ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും, അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും, ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്ന്. നന്ദി, എനിക്ക് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത്. താങ്ക് യു. പിന്നെ തീർച്ചയായിട്ടും ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിന് മുകളിൽ പ്രതീക്ഷയുമാണ്. ഇത്രയും 15,000-ഓളം കലാകാരന്മാരും കലാകാരിമാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട്, കലാരംഗത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ്. നമ്മളെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളും സഹൃദയത്വവും എല്ലാം ഭാവിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മളുടെ ഏത് പ്രൊഫഷനിലാണെങ്കിലും, കല ഒരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിലും, നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക. കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും, സ്നേഹിപ്പിക്കും, എന്നും സന്തോഷം തരുന്ന, എന്നും കലയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം വിനോദമാണെങ്കിലും അതിലൂടെ ഉണ്ടാവുന്ന സൗഹൃദങ്ങളും, ഇപ്പൊ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഇനി തുടർന്നും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സമാധാനം ഉണ്ടാവാനും ആളുകളെ സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായിട്ട് തുടരുക. എല്ലാവിധ ആശംസകളും. ഒപ്പം വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു നൂലിഴ വ്യത്യാസത്തിലാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പരാജയപ്പെട്ടവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ.